ആ കുഞ്ഞുമാലാഖയ്ക്ക് വിട. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച് 4 പേർക്ക് പുതുജീവനേകി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ അലിൻ ഷെറിന് വിട നൽകുകയാണ് കേരളം. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ, മന്ത്രിമാരടക്കം നിരവധി ആളുകളാണ് വന്നു പോകുന്നത്. 2 മണിവരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാളപ്പള്ളിയിലെ സെൻറ് തോമസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രി VN വാസവൻ അടക്കം നിരവധി ആളുകളെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഇത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ കുഞ്ഞ് കടന്നുപോയത്. കാരണം ഈ കുടുംബമെന്ന് പറയുന്നത് ഈ മല്ലപ്പള്ളി ദേശത്ത് മാത്രമല്ല, നമ്മുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പൊതു പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പിതാവ് റജി സാമുവൽ. അതോടൊപ്പം തന്നെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ തുടക്കക്കാരിൽ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച ഒരാളുമായിരുന്നു. അങ്ങനെ സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും വലിയ ഒരു സംഭാവന നൽകിയ ഒരു കുടുംബം തന്നെയായിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം മകൻ അരുൺ, അതായത് കുഞ്ഞിൻ്റെ പിതാവ് അരുൺ മല്ലപ്പള്ളിയിൽ അക്ഷയ സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ അനേകം ആളുകൾക്ക് വലിയ സേവനം നൽകുകയും ഒട്ടേറെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ കുടുംബാംഗങ്ങളെല്ലാം സജീവമായി പങ്കെടുക്കുന്ന ആ ഒരു നല്ലൊരു ആ ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വേർപാടുണ്ടായത്. തീർച്ചയായിട്ടും ആ പ്രതിസന്ധി ഘട്ടത്തിലും ആ കുടുംബം എടുത്ത ഒരു തീരുമാനം തങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ പോയി കഴിഞ്ഞപ്പോഴും ആ കുട്ടിയുടെ ജീവിതം കൊണ്ട്, ആ കുട്ടിയുടെ അവയവങ്ങൾ കൊണ്ട് മറ്റുള്ളവർ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം, പെട്ടെന്ന് ആ തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുന്നത് സാധാരണ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നമ്മുടെ നാട്ടിൽ പൊതുവായി സ്വീകരിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കുടുംബം സമൂഹത്തോടൊരു പ്രതിബദ്ധതയാണ് കാണിച്ചത്. അപ്പോൾ അതാണ് നമ്മൾക്ക് എല്ലാവർക്കും വലിയൊരു മാതൃക, ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഉള്ള ഒരു നിര്യാണമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും, ഈ സമൂഹത്തിന് മൊത്തം അതിനകത്ത് ഒരു സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ആദരവ് എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും എന്നാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഇപ്പോഴും അവിടുത്തെ ചിത്രം? മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്, 2 മണി വരെ വീട്ടിലുണ്ടാവും അല്ലേ? വീട്ടിലേക്ക് ഇപ്പോഴും വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? അതെ സജിത്ത്, വീട്ടിലേക്ക് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ടറിഞ്ഞും ഒക്കെ എത്തിയിട്ടുള്ള ആളുകൾ, അതായത് ആലിനെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടറിഞ്ഞും ഒക്കെ എത്തിയിട്ടുള്ള ആളുകൾ, ഒരു നോക്ക് കാണാനായിട്ട് മുൻപ് കണ്ടിട്ടില്ലാത്ത, കുഞ്ഞിനെ മുൻപ് പരിചയമില്ലാത്തത് കണ്ടിട്ടില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വന്നു പോകുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകർ, ആളുകൾ, പ്രമുഖരായ ആളുകളൊക്കെ എത്തുന്നുണ്ട്. മന്ത്രി VN വാസവൻ അല്പം മുൻപ് എത്തിച്ചേർന്നതേയുള്ളൂ. അദ്ദേഹം കുടുംബത്തിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹം അല്പം മുൻപാണ് മടങ്ങിയത്. ആരോഗ്യമന്ത്രി എത്തും, നാളെ മുഖ്യമന്ത്രി എത്തും. എന്തായാലും പ്രമുഖരെയൊക്കെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ബഹുമതിയാണ് ആലിന് മാതാപിതാക്കളുടെ ധീരമായ തീരുമാനത്തോടുകൂടി ഉണ്ടാകുന്നതും കേരളത്തിന്റെ മനസ്സിലേക്ക്, കേരളത്തിന്റെ കുഞ്ഞുമകളായി തന്നെ ആലിനെ ഇതിനകം ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് പിന്നിലൂടെ ഇപ്പോഴും ഈ കടന്നു വരുന്ന ആളുകളെ നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. എന്തായാലും ഈ ചുറ്റുവട്ടത്തൊക്കെ നിറയെ ആളുകൾ, അതായത് വീടിന് ചുറ്റുമൊക്കെ ഈ കൂടുതലും ഈ ബന്ധുക്കളെക്കാളും പരിചയക്കാരെക്കാളും ഏറെയും ഈ കേട്ടറിഞ്ഞ ആലിനെ കാണാൻ വേണ്ടി, അതിന്റെ ഭാഗമാകാൻ വേണ്ടിയും കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പം പങ്കുചേരാനും വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ്. 3:30. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.